നമ്മള് ഇന്ന് ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരാ. നമുക്കൊരു വിചിന്തനം വളരെ നല്ലതാ. പൂർവീകരും ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളൊന്ന് പഠിക്കണം. പഴമക്കാര് 100ഉം 110ഉം വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 60ഉം 65ഉം വയസ്സാകുമ്പോൾ വയസ്സായി മരിക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ കഴിയാം. ഞാൻ പലപ്പോഴും നമ്മുടെ സെന്ററുകളിലൊക്കെ വരുന്ന പലരെയും കാണുമ്പോ 55, 56 വയസ്സാകുമ്പോൾ വയസ്സായി എനിക്കിനിയൊന്നും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലുള്ള ആളുകളെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ജീവിതം തന്നിട്ട് നിങ്ങൾ ഈ ശരീരം വെച്ച് എവിടെയാ ജീവിച്ചേ? പല്ല് തല്ലുന്നു കേട്ടോ, പല്ല് ചിലക്കാണ്. സത്യമാണ്, ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള മനുഷ്യൻ ജീവിക്കുന്നില്ല. പൈസയുടെ പുറകെ ഓടി നടക്കാം, കുറെ ഡെപ്പോസിറ്റ് സ്കീം ഉണ്ടാക്കി മക്കളെ വലുതാക്കി ഇങ്ങനെ പണത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. ജീവിതം ഇല്ല, ലൈഫില്ല, ആരോഗ്യമില്ല. പൈസ ഉണ്ടാക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കും, പൈസ ഉണ്ടാക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതാണ് അവസ്ഥ. അതിന് വ്യത്യസ്തം. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പിലൊക്കെ കൃഷി ചെയ്ത് ആ പച്ചക്കറിയും സാധനങ്ങളുമാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. പച്ചക്കറി വിഷമുക്തമായ ഐറ്റംസാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. വളരെ എളുപ്പം. നിങ്ങൾ കേൾക്കാത്തൊരു കാര്യം പറയാം. പണ്ടത്തെ മാങ്ങയുടെ മാങ്ങണ്ടി വെള്ളത്തിലിട്ട് അത് പൊട്ടിച്ച് അതിന്റെ കാമ്പെടുത്ത് അരച്ച് അതുകൊണ്ട് അടയുണ്ടാക്കി തിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ഐറ്റമാണ് വാഴ പിരിക്കുന്ന സമയത്ത് വാഴയുടെ ചെറിയ കണ്ണുകൾ, മാങ്ങെന്ന് പറയും, അത് കറി വെച്ചേരി കഴിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. കൊടപ്പൻ, പിണ്ടി, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും ഒത്തിരി പഴയ ഐറ്റംസ്. ഇനി നിങ്ങൾ അടത്താപ്പ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? അടത്താപ്പ് എന്ന് പറഞ്ഞത് പണ്ടത്തെ നമ്മൾക്ക് ഉരുളൻകിഴങ്ങിന് പകരം യൂസ് ചെയ്തിരുന്ന സാധനം അടത്താപ്പ്. അതെല്ലാം പല ടൈപ്പ് വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും കലവറയാം. അത്തരത്തിലുള്ള വിറ്റാമിൻസും മിനറൽസും അടങ്ങുന്ന ഭക്ഷണ രീതിയായിരുന്നു നമ്മുടെ പൂർവികരുടെ. ഇന്ന് നമ്മളെന്താ, നമ്മൾ 3 നേരം ചോറ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, അല്ലെങ്കിൽ ഇറച്ചി, മീൻ, ഇതുപോലുള്ള വെറൈറ്റി ന്യൂജൻ ഫുഡുകളാണ്. നമ്മൾ നോക്കുക, ഹോട്ടലുകൾ നോക്കുക, ഹോട്ടലുകളെല്ലാം എപ്പോഴും തുറക്കുക? ന്യൂജൻ ഹോട്ടലുകൾ തുറക്കുന്നത് വൈകുന്നേരം 6 തൊട്ട് രാത്രി 11 മണി, 1 മണി, 2 മണി വരെയാ. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്. വൈകി ഭക്ഷണം കഴിക്കുന്ന ജനത, ആരോഗ്യമില്ലാത്ത ജനത. മറ്റൊരു നേരത്തെ ഉറങ്ങും, രാവിലെ നേരത്തെ എഴുന്നേക്കും, വൈകി നേരത്തെ ഉറങ്ങും. ഇതായിരുന്നു അവസ്ഥ. വ്യത്യസ്തമായി അപ്പൊ നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുപോയത്. പെട്ടെന്ന് വയസ്സന്മാരാക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ തിരിച്ച് ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക്, 100ഉം 110 വയസ്സ് വരെ ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് നമ്മുടെ ഹൈടെക് വെൽനസ് സെന്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ വേണ്ടത് നമുക്ക് നമ്മളുടെ കുറവുകളുള്ള വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ പോലുള്ള ന്യൂട്രീഷൻ ഫുഡാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ന്യൂട്രീഷൻ ഫുഡിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട എല്ലാ കുറവുകളെയും പരിഹരിച്ച് നല്ല ചെറുപ്പത്തിലേക്ക്, 50 വയസ്സിലെ കാഴ്ചയില് 75 വയസ്സാന്റെ മഹിമയുണ്ടെങ്കിൽ ആ മഹിമ മാറ്റിക്കൊണ്ട് 50 വയസ്സുള്ള ഒരാളെ 45 വയസ്സുകാരനോ 40 വയസ്സുകാരനോ ആക്കി തീർക്കുവാൻ ന്യൂട്രീഷൻ ഫുഡിന് കഴിയും. ഒരു ആന്റി ഏജിങ് പ്രോസസിംഗിലേക്ക് നിങ്ങൾക്ക് പോവാൻ സാധിക്കും എന്നുള്ളതാണ് ന്യൂട്രീഷൻ ഫുഡിന്റെ പ്രത്യേകത. ഈ ശരീരപ്രകൃതി എന്ന് പറയുന്നത് പ്രായം 20 ആണ് എങ്കിൽ ബോഡി ലാംഗ്വേജ് 30 വയസ്സുകാരന്റെ പോലെ ഇരിക്കും. 30 വയസ്സുള്ള ആള് 50 വയസ്സുകാരന്റെ പോലെ ഇരിക്കും. 50 വയസ്സുകാരൻ 65 വയസ്സോ 70 വയസ്സുകാരന്റെ പോലെ ഇരിക്കും. 65 വയസ്സാകുമ്പോഴത്തേക്കും 90 വയസ്സുകാരന്റെ മഹിമയിൽ മരിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം. ആരോഗ്യമില്ലാതെ ജീവിതം പെടുമരണങ്ങൾ സംഭവിക്കുന്ന അവസ്ഥകൾ. അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്റെ തന്നെ പഴയ ഫോട്ടോ കാണാം. ഞാൻ ഇതിൽ ഷെയർ ചെയ്തിരുന്നു. ഞാൻ എന്റെ ഇപ്പോഴത്തെ ഫോട്ടോയും ഷെയർ ചെയ്യുന്നു. വ്യത്യാസം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്കും ഇതുപോലുള്ളൊരു അവസ്ഥയായിരിക്കാം. ബോഡി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര വയസ്സുണ്ട്, ആക്ച്വൽ വയസ്സ് എത്രയാ, മെറ്റബോളിക് ഏജ് എത്രയാ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ മമ്മൂട്ടീനെ കണ്ടിട്ടില്ല? മമ്മൂട്ടിക്ക് എത്ര വയസ്സായി? ഞാൻ വയസ്സ് പറയുന്നില്ല. മമ്മൂട്ടി ഇന്നും ഒരു ചെറുപ്പക്കാരന്റെ മികവില നടക്കാം.
നിങ്ങൾ നോക്കിയ സിനിമയിൽ ഇന്നും നായകനായിട്ട് 17 വയസ്സുള്ള നായികയുടെ കൂടെ അഭിനയിക്കുമ്പോ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ, ഈവൻ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാളും പ്രായമുള്ള ഒരു മനുഷ്യനാണ് മമ്മൂട്ടി അല്ലെ. അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ആന്റി ഏജിങ്ങിലൂടെ ഇത്രയും ചുരുക്കുള്ള ചെറുപ്പക്കാരനാകാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ? ഓക്കെ, നമ്മുടെ സ്ഥാപനം വല്ലം ജംഗ്ഷനിൽ കോർണാട് റോഡില് A1 ബേക്കറിയുടെ മുകളില് ഫസ്റ്റ് ഫ്ലോർ ആണ്. KSF ഇരുന്ന സെയിം ഫ്ലോർ തന്നെ. രാവിലെ 7 മണി തുടങ്ങിയിട്ട് 9:30 വരെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്നാൽ നമ്മളവിടെ നിങ്ങളുടെ ബോഡി പാരാമീറ്റർ ഒക്കെ ചെക്ക് ചെയ്ത് ഫാറ്റ്, വിസൽ ഫാറ്റ്, BMI, മെറ്റബോളിക് ഗേജ്, ബേസ് ലൈൻ ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും എങ്ങനെ ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഫുഡ് ഹാബിറ്റ്, എങ്ങനെ ഫുഡ് ഹാബിറ്റ് നിങ്ങൾ കൊണ്ടു നടക്കണം, അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹൈടെക് വെൽനസ് സെന്ററിലേക്ക് സ്വാഗതം.